നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് നേടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ മാർഗരേഖയുമായി കോൺഗ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഉയർത്തി സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കും. കൂടുതൽ പാർട്ടികളെ UDF-ൽ എത്തിക്കാനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും നേതൃസംഗമത്തിൽ ധാരണയായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചൂട് പിടിച്ചുകൊണ്ട് 100-ലധികം സീറ്റുകൾ നേടി നിയമസഭയിൽ വിജയിക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമെടുത്തത്. അതിനുള്ള തന്ത്രങ്ങൾക്കാണ് ലക്ഷ്യ എന്ന നേതൃക്യാമ്പ് രൂപം നൽകിയത്. പാർട്ടി ശക്തിപ്പെടുത്തി മുന്നണി വിപുലീകരിച്ച് സർക്കാരിനെതിരായ വികാരം ശക്തമാക്കി വിജയത്തിലേക്ക് നടന്നു നീങ്ങാനാണ് കോൺഗ്രസ് പദ്ധതി. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയായിരിക്കും. ഒരു സംശയമുണ്ട്, ഈ ടീമിന് KPCC ടീം ചരിത്ര നിയോഗം ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ 100-ലധികം സീറ്റോടുകൂടി UDF-നെ കേരളത്തിൽ അധികാരത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നും മുഴുവൻ സ്വർണവും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ നിയമസഭാ മാർച്ച് നടത്തുകയാണ്. ശബരിമല കേസിന്റെ നല്ല നിലയിലുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് കുറ്റവാളികളെ ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ജനുവരി 23-ന് എല്ലാ കളക്ടറേറ്റുകളുടെ മുമ്പിൽ നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉൾപ്പെടെ വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കും. CPM പറയുന്ന ഒരു നറേറ്റീവ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഭയങ്കരടിയും. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. അത് ഞങ്ങൾ അഭിമാനമാണ്. നല്ല ലീഡർഷിപ്പ് ഉണ്ട് കോൺഗ്രസിന്. നിങ്ങൾ പ്രചരണം നടത്തിക്കോ. സാമ്പത്തിക രംഗത്തുൾപ്പെടെ UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുന്ന പദ്ധതികളും UDF പ്രഖ്യാപിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കേരള യാത്ര അതിനുള്ള വേദിയാക്കി മാറ്റുകയും ചെയ്യും. മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഊർജിതമാക്കാനും തീരുമാനിച്ചു. SIR-ൽ വിട്ടുപോയവരെ ചേർക്കൽ ഉൾപ്പെടെ ഇനിയുള്ള 3 മാസത്തേക്കുള്ള പ്രവർത്തന പദ്ധതിക്കും രൂപം നൽകി. ഈ മാസം അവസാനം തറക്കല്ലിടാൻ കഴിയുന്ന രീതിയിൽ വയനാട് ഭവന പദ്ധതിക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാനും തീരുമാനിച്ചു. അകന്നു നിന്ന ശശി തരൂരിനെ ഉൾപ്പെടെ ചേർത്ത് നിർത്തി ഐക്യ സന്ദേശം നൽകിയാണ് KPCC നേതൃക്യാമ്പ് സമാപിച്ചത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, വയനാട്.